ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്ന. ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് അല്ല. ഇന്ന് ഇവിടെ നമ്മൾ വീട് മൊത്തം ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. ക്രിസ്മസ് ക്ലീനിങ്. ക്രിസ്മസ് വരുന്നതിന് മുന്നേ, ഡെക്കറേഷനൊക്കെ ചെയ്യുന്നതിന് മുന്നേ മര്യാദയ്ക്കൊരു ഡീപ്പ് ക്ലീനിങ്. ചുമ്മാ അലമ്പ് ക്ലീനിങ് അല്ല. അലമ്പ് ക്ലീനിങ് എപ്പോഴും നടക്കുന്നതാണല്ലോ. അപ്പോൾ ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ദേ വന്ന് അപ്പോൾ ഇന്ന് അത് കാണിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. അതായിരിക്കും ഇന്നത്തെ ഫുൾ ഡേ. അപ്പം അത് ഡേ ഇൻ മൈ ലൈഫ് പ്ലസ് ക്ലീനിങ് അല്ലേ സുട്ടാ? അപ്പം ഞങ്ങൾ രാവിലെ എണീറ്റ് കുറച്ച് അധികം നേരമായി എണീറ്റ്. കുറേ വീക്കെൻഡ് ആകുമ്പോൾ നമ്മൾ എണീറ്റ് കുറേ നേരം കട്ടിലയിൽ ഇങ്ങനെ കിടക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മര്യാദയ്ക്ക് എണീക്കുന്നത്. അപ്പോൾ എണീറ്റ് ഇനിയിപ്പോൾ ആദ്യം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ക്ലീനിങ്ങിലോട്ട് കിടക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, വെൽക്കം. ബ്രോക്കലി. ഹലോ ഗൈസ്, നമ്മൾ ചീസ് ഓംലെറ്റ് എന്നല്ല, എളുപ്പപ്പണിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചീസ് ഓംലെറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിൽ ഇതാ പരിപാടി. നമ്മൾ കുക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് ഞാനിവിടെ കുക്ക് ചെയ്യാൻ വന്നിരിക്കുകയാണെങ്കിൽ ആള് ഇവിടെ വന്ന് ഈ ഏണി ഉണ്ട്. ഇവിടുത്തെ ഈ കിച്ചണിലെ മേലത്തെ ഷെൽഫിലൊക്കെ സാധനം എടുക്കാനുള്ള ഏണി, അതിൻ്റെ അത് എടുത്ത് വെക്കാൻ പറയും. എന്നിട്ട് അതിൽ കയറി ഇങ്ങനെ ഇരിക്കും കണ്ടിന്യൂസ്. അതാണ് പരിപാടി. കളിക്കാനൊന്നും പോകില്ല. അത് ബ്രോക്കലി വന്നു. ഇവിടെ ബ്രോക്കലി ഇരിപ്പുണ്ട്. അത് കാണിച്ചിട്ട് വന്നാലും ബ്രോക്കലി മുട്ടയുണ്ട്. പിന്നെ ഇത് തുടങ്ങി സവാള ഉണ്ട്. നിങ്ങൾ രണ്ടുപേരുടെ ചെയ്തോ കൂട്ടായി. നീ എന്നെ വിളിക്കേണ്ട കാര്യമില്ല. കണ്ണാടി ഉണ്ടോ? കണ്ണാടി ചെരിഞ്ഞെടുക്കോ? അമ്മ എന്നാ ഉണ്ടാക്കുന്നത്? മുട്ടയാണോ ഉണ്ടാക്കുന്നത്? മുട്ട ഓംലെറ്റ്, ചീസ് ഓംലെറ്റ് ഉണ്ടാക്കും. ബ്രോക്കലി ഇടും, ബ്രോക്കലി ഇടും, സവാള ഇടും, തക്കാളി ഇടുന്നില്ല. അമ്മയ്ക്ക് ഇഷ്ടമല്ല. മുന്നിൽ തക്കാളി വേണോ? മുന്നു വേണോ? തക്കാളി വേണം. അല്ലേ? സോസേജ്, ബ്രോക്കലി,
ഇച്ചിരി സവാള ഇതിട്ടിട്ട് ചുമ്മാ ആദ്യം ഇങ്ങനെ വഴറ്റാണ്. ഇനി കുറച്ച് ഉപ്പും കുരുമുളകും കൂടി ഇട്ട് ഒറിഗാനോ ഇടണം. ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ച് വീഡിയോ ആണ്. പാവാണോ? സുട്ട പാവാണോ? ആരാണത്? രൂപി അതാരാണത്? എക്സ്പ്രഷൻസ് ഒക്കെ മാറി മാറി ഡോക്ടറെ അടുത്തല്ല, റൂമിലാ കിടക്കുന്നേ. അപ്പയുടെ ഉറക്കമില്ലാത്ത രാത്രി. സുട്ടയുടെ ഫസ്റ്റ് ട്രിപ്പ്. ഹാപ്പി ബർത്ത്ഡേ ആണോ? കഞ്ഞേച്ച് കട്ടിലെ ചാടുന്നടാ. എന്താ പാസിനറ്റ് എണീക്കാൻ നോക്കാം. എണീറ്റ് നിക്കാൻ നോക്കുക. കുഞ്ഞിപ്പുഴ പോണേ ബോക്സിംഗ് റിങ്ങിലാണ് സുധ. എണീറ്റ് പിടിച്ചിരിക്കുന്നേ സുധി ആദ്യമായിട്ട്. ചിരിയാണ്. ചിരി ചിരി ചിരി. അതാരടാ മൊട്ടച്ചി? അപ്പൊ മൊട്ട അടിച്ചാ കാണണേ. ഇതാണ് ഫുഡൊക്കെ കഴിച്ച് തലയില് മാത്രല്ല മോന്തയ്ക്ക് മൊത്തം ഉണ്ട്. ജേഴ്സി ടപ്പയുടെ ക്രിക്കറ്റ് കളിക്കാൻ പോയി. അയ്യോ നേരെ ചാട്ടമാ. ചെടി ചാടാൻ കൈ കാണിച്ചാ ചാടും. ബീച്ചിൽ പോയതാണോ നമ്മള്? ആ ബീച്ച് ബീച്ച്. ടി വി തുടർന്ന് മാറിയോ? ആ വെള്ളം വെള്ളം. മീമിനെ കാണാനോ? ചേട്ടന്റെ ഫസ്റ്റ് ബർത്ത്ഡേ. 3 ബർത്ത്ഡേ ഉണ്ടായിരുന്നു. 3 ബർത്ത്ഡേ. അപ്പ ഉണ്ടാക്കി കേക്കാണോ? എന്താന്ന്? ആരുണ്ടാക്കിയ കേക്ക്? അമ്മ. അകച്ചിനറിയണം. അപ്പ ഉണ്ടാക്കി കേക്കാണ് സുട്ടാ. അപ്പ ഉണ്ടാക്കി കേക്കാടാ.
സുജി പാടാ പാട്ട് പാടാ ഒരു സൈഡിൽ സുട്ടി സുട്ടി ഒരു സൈഡിൽ തിന്നണോ ഒരു സൈഡില് സ്റ്റെപ്പ് സിബിന്റെ കാറിലിരിക്കുകയാണോ ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുന്നു കണ്ണെഴുതിയ കുട്ടപ്പനാക്കി വെച്ചാണോ കുട്ടപ്പനാശാരിനെ പോലെ ആക്കി വെച്ചേക്കാം വെള്ളത്തിൽ കിടന്ന് ചാറ് വാങ്ങിയ സാധനം ആക്രിയുടെ അത്ര കൊടുക്കുന്നു ഫുള്ള് മാറ്റം എനിക്ക് കെമിക്കലല്ല ഞാൻ മാറ്റി വെച്ചാൽ ഈസി ഓഫ് അപ്പൊ ഇതാണ് ഞാൻ സ്റ്റൗ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അടിച്ചിരുന്നത്. ഇത് അടിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ഗ്രീസ് അങ്ങനെ സാധനങ്ങളെല്ലാം കുറച്ച് നേരം നമുക്ക് തുടച്ച് പറഞ്ഞാൽ ഈസി ആയിട്ട് പൊക്കോളൂ. ഓക്കെ പാത്രങ്ങൾ ഡിഷ് വാഷർ കഴുകണ്ടല്ലേ? അപ്പൊ എങ്ങനെയാ ഇപ്പൊ വെക്കണോ പാത്രങ്ങൾ അതോ ഡിഷ് വാഷർ കഴുകിയിട്ടാണോ പാത്രങ്ങൾ? അപ്പൊ പാത്രം കഴുകി എടുത്തിട്ട് പിന്നെ ഡിഷ് വാഷർ കഴുകാണോ? എന്താ വേണ്ടത്? പാത്രം കഴുകി എടുത്തിട്ട് ഡിഷ് വാഷർ കഴുകുവാണോ? എന്താ ചെയ്യുന്നത്? പാത്രം കഴുകിയിട്ട് ഡിഷ് വാഷർ കഴുകിയത് ആണോ? എന്നാ പാത്രം കഴുകുക. ഇതുണ്ടോ, ഇത് അടിച്ചിട്ട് കഴിയുമ്പോൾ ഇങ്ങനെയാവും. ഗ്രീസ് അങ്ങനെ സാധനങ്ങളെല്ലാം ഈ ചെളി വല്ല ഉണ്ടാവും, ഇതെല്ലാം ഇളകി വന്നതാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തുടച്ചു വിട്ടാൽ മതി, ഫുള്ള് നല്ല ക്ലീനായിട്ട് വരും. ഇത് ശരിക്കും എല്ലാ ആഴ്ചയിലും ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഒത്തിരി ഇതാവുകയാണെങ്കിൽ ഡെയിലി കിടക്കണേക്കാൾ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ച് നാളായിട്ട് നല്ല തിരക്കായിരുന്നു, ഡെൻസിക്കാണെങ്കിലും എനിക്കാണെങ്കിൽ. അപ്പോൾ അത് ചെയ്യാൻ സമയം ഉണ്ടായിരുന്നില്ല. അത് കാരണം ഫുൾ എന്തായാലും ഡീപ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ആഴ്ച. ഞങ്ങൾ അതിൻ്റെ പുറകെ അങ്ങനെയാണ്. ഇനി ഇത് ക്ലീൻ ചെയ്തിട്ടുള്ളത് കാണിച്ചു തരാം. ഞാൻ ഷെൽഫ് ഒതുക്കട്ടെ, ഷെൽഫുകൾ ഒതുക്കട്ടെ.
കട്ടപ്പനാക്കി തിളക്കിയിട്ടുണ്ട് ഞാൻ. ഇതിന് വേണ്ടിയിട്ട് കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യേണ്ടതുള്ളൂ ഈ ഒരു ഏരിയ. ഇതാ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുള്ള് വലിച്ചു ഊരിയിട്ട് ഇതെവിടെ കണ്ടു ഫുള്ള് പൊടി. ഇപ്പം ഞാൻ ചെളിയും ഇവിടെ കിടന്ന എല്ലാം അടിച്ചതായിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ വാക്യൂം ക്ലീനർ കണക്ട് ചെയ്തിട്ട് ഫുള്ള് വാക്യൂം ചെയ്ത് സ്ലാബ് ഫുള്ള് ക്ലീൻ ചെയ്ത് നമ്മുടെ അവൻ ഇതൊക്കെ ഉണ്ടല്ലേ, ഇത് ഈ മേലത്തെ ഇതിൻ്റെ അകത്ത് അത്ര കാണുന്നില്ല, പക്ഷെ എന്നാലും ഡയറക്റ്റ് കാണുമ്പോൾ കുറച്ച് ചെളിയും അഴുക്കൊക്കെ ഉണ്ട്. ഗ്ലാസ്സൊക്കെ ഉണ്ടാവോ, അപ്പോൾ അതൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്യണം. പിന്നെ അതുപോലെ നമ്മുടെ ഫ്രിഡ്ജും ഫുള്ള് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം. ഇതിപ്പോൾ ഏകദേശം വൃത്തിയായില്ലേ, വാക്കം ചെയ്യാം. ഇനി ഇവിടെ ഫുള്ള് നമുക്ക് വാക്കം ചെയ്ത് സെറ്റാക്കാം. ഇതുണ്ടോ, നമുക്ക് ഇതെപ്പോഴും ഇങ്ങനെ വലിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റില്ലാത്ത കാരണം ഇവിടെ ഇങ്ങനെ പൊടി കിടക്കണ്ടാവും. അപ്പം ഞാനത് ഫുള്ള് ക്ലീൻ ചെയ്യണം. പിന്നെ ഇതാണ് ഈ മഞ്ഞ, ഇതാണ് ഇവിടുത്തെ ഗ്യാസ് ലൈൻ. ഇത് മറ്റേ ചിലരുടെ വീട്ടിലൊക്കെ ഇലക്ട്രിക്കാണ്, നമ്മുടെ ഇവിടെ നമ്മൾ ഗ്യാസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്യാസിന് നമ്മൾ എക്സ്ട്രാ ലൈൻ വലിച്ചാണ് അത്. ശാസ്ത്രം അറിയില്ല. കുറ്റം കണ്ടുപിടിക്കാൻ ഈ പുറകെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു പോയിന്റ് കണ്ടുപിടിച്ചോണ്ട് വരും. ഇവിടെ ഫുള്ള് തെറ്റായിരിക്കും. ഈ പഞ്ഞു പോലത്തെ സാധനം കൊണ്ടിട്ട് പൊടി കൊണ്ട് അപ്പാപ്പ ചെയ്യൂലോ. അപ്പാപ്പൻ പൊടി കൊണ്ട് അപ്പാപ്പൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പാപ്പനല്ല, അപ്പാപ്പം. ഇതാണ് ഡെറുന്തമ്പി ക്ലീൻ ചെയ്യാൻ തുടങ്ങിയുള്ള പ്രശ്നം. കൈ തുടക്കിയത് തുണിയെടുത്ത് തറ തുടയ്ക്കും, തറ തുടക്കിയത് തുണിയെടുത്ത് സ്റ്റൗ തുടയ്ക്കും. അതാണ് ആകെ ഉള്ളൊരു പ്രശ്നം. ഇതിപ്പോ കണ്ട, ഞാൻ എല്ലാം കഴിഞ്ഞ് നമ്മൾ കുക്ക് ചെയ്ത് പോകുമ്പം കൈ തുടക്കൂലേ, കൈ തുടക്കായിട്ടിരുന്ന വെള്ളം തുടക്കായിരുന്ന തുണിയത് അതെടുത്തിട്ട് തറ ഉടച്ച്. കൈ കഴുകിയിട്ട് വെള്ളം തുടക്കൂലേ, പച്ചവെള്ളം കഴുകിയ കൈ തുടക്കൂലേ അത്. ഹലോ ഗൈസ്, എനിക്കല്ല മോനിനാ മോനിന് മറ്റേ ക്ലീനിങ് പ്രാന്ത. 1 മണിക്ക് തുടങ്ങിയതാ, 4 മണിയായി ഇപ്പോഴും അടുക്കളയിൽ തന്നെയാ. ഞാനതൊരു റീല് ഉണ്ടായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ബെഡ്റൂമിൽ സാധനങ്ങൾ ഒതുക്കി, ഹാള് സാധനങ്ങൾ ഒതുക്കി, കൊച്ചിന്റെ ടോയ്സ് ഒതുക്കി, ഇവിടുത്തെ ഷെൽഫ് ഒതുക്കി, ഈ അടിയിലെ പാത്രങ്ങളുടെ ഷെൽഫ് ഒതുക്കി, വാക്കം ചെയ്തു, ബാത്റൂം വാക്കം ചെയ്തു, ഇത്ര സാധനം ചെയ്തു. ഇത് ഞാൻ ചെന്ന് നോക്കുമ്പോ ഉണ്ടല്ലോ ഭയങ്കര വൃത്തിയായിട്ടല്ല ഓടിച്ചിട്ടങ്ങ് ചെയ്യും. ഒരു വൃത്തി ഉണ്ടാവില്ല. ആണുങ്ങളുടെ വർക്കിലെ ക്വാളിറ്റി ഉണ്ടാവും, പക്ഷെ ടൈം എടുക്കും. അതെ അതെ, സപ്പോർട്ട് മീ. ഇസൂട്ടി ഉറങ്ങിപ്പോയി. ഇസൂട്ട സോഫയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഉറങ്ങായിരുന്നു. പിന്നെ ഞാൻ എടുത്ത് അവിടെ കൊണ്ട് കിടത്തി. അവന്റെ ഉള്ളിൽ വൃത്തിയാക്കിയ നമുക്ക് ഈ ഹാൻഡിലെല്ലാം കഴുകാണ്ട്, അതൊക്കെ ഇങ്ങനെ വരച്ചെടുത്തേ. ആ ഹാൻഡിൽ ഫുള്ള് കഴുകാണ്ട്.
ഇനിയിപ്പോ എന്നാ ഈ ഇവിടം വരെ മുന്നിൽ നിർത്തി കഴിഞ്ഞു. ഇനിയിപ്പോ ഈ ഒരു സെക്ഷൻ ഉണ്ട്, ഇത്രയും സ്ലാബ്. ഈ സ്ലാബ് ഇനിയിപ്പോ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. ഇവിടെ സ്ലാബ് മെയിൻ ആ സ്റ്റൗവും ആ ഏരിയ ആയിരുന്നു. എണ്ണയൊക്കെ തെറിച്ച് വീഴത്തില്ല. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോ മോനും അത് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ അവിടെ ആ ഒരു ഏരിയ ഒന്ന് ഒതുക്കാനുണ്ട്. സാധനങ്ങൾ പറക്കിയെടുക്കുന്നതും ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് കളയുന്ന പരിപാടി. അപ്പൊ അത് ചെയ്യാൻ പോവാ. ഞാൻ ഒന്നും കളയില്ല, എല്ലാം സ്റ്റോർ ചെയ്യും. പുറത്ത് നല്ല സ്നോ പെയ്യുന്നുണ്ട്. ഡൂബി ഇരിക്കുന്നുണ്ടോ? ഏതെങ്കിലും പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ തന്നെത്താനെ മാറി തന്നെ. ഈ സൂട്ടിന് ഞങ്ങൾ മറ്റേ നമ്മുടെ ഇതില്ലേ ലയൺ കിങ്, ആ സിനിമ വെച്ചു കൊടുത്തതാ. അത് എങ്ങനെ ആ സിംഹത്തിനെയൊക്കെ കാണുമ്പോൾ ഇരുന്നോളൂല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് വെച്ചു കൊടുത്തതാ. അത് മാറി അവളത് കാണാമെന്ന് ഇരുന്നൊന്നുമില്ല. അവൾ ഇങ്ങനെ നടക്കുകയായിരുന്നു ഞങ്ങളുടെ വാലയെ പിടിച്ച്. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ തനിയെ എന്താണ്ടൊക്കെ പ്ലേ ആയിക്കൊണ്ടിരിക്കുക. എങ്ങനെയുണ്ട് മോനു? നല്ല നടുവാനുണ്ട്. നീ ഇതൊക്കെ ഒന്ന് വേഗം മാറ്റി. ഏത് മാറ്റാ? ഹലോ ഗായ്സ്, അപ്പൊ ലെയർ അടിക്കും. ശരിയല്ലേ? ഹലോ ഗായ്സ്, അപ്പം നമ്മൾ വിദഗ്ധമായിട്ട് കഴിഞ്ഞ നമ്മുടെ ഈ ക്ലീനിങ് വ്ളോഗ് നമുക്ക് ഒരു ഫിനിഷിങ് എടുക്കാൻ പറ്റിയില്ല.
അന്ന് ഞങ്ങൾ ക്ലീനിങ് എല്ലാം ചെയ്ത് ഞങ്ങൾ എടുക്കാൻ പറ്റുന്ന അത്ര എടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ഗസ്റ്റ് വന്നു, എൻ്റെ കൂടെ പണ്ട് പഠിച്ച എൻ്റെ ഫ്രണ്ടും ഫാമിലിയും കൂടെ വന്നായിരുന്നു. അപ്പോൾ അത് കാരണം നമുക്ക് പിന്നെ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ ഓൾമോസ്റ്റ് ഇതെല്ലാം നമ്മൾ വിചാരിച്ച ക്ലീനിങ് എല്ലാം കഴിഞ്ഞായിരുന്നു. നമ്മുടെ ഹാള്, കിച്ചൺ, പിന്നെ നമ്മുടെ ഈ ബെഡ്റൂം, ഫ്രണ്ടിലെ ബെഡ്റൂമൊക്കെ ഓൾറെഡി നല്ല വൃത്തിയായിട്ട് കിടക്കുക. ഇനി ആകെ ബാക്കിയുള്ളത് ഈ ക്ലോസറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യണം, അത് മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ അത് ഞങ്ങൾ ഇപ്പം ചെയ്തില്ല. അന്നത്തെ ക്ലീനിങ്ങിൽ നമ്മൾ ചെയ്തില്ല. ഇത് വേറെ ദിവസമാണ് ഗൈസ്. അന്ന് നമ്മൾ എല്ലാം സെറ്റാക്കിയായിരുന്നു, നമ്മുടെ സ്റ്റൗവും സ്ലാബും എല്ലാം റെഡി ആക്കിയായിരുന്നു. ഞാനൊന്ന് ജസ്റ്റ് ഒരു ഗ്ലാൻസ് കാണിച്ചു തരാം. പിന്നെ ഇന്നിപ്പം നമ്മൾ ക്രിസ്മസ് ഡെക്കോർ ചെയ്യാൻ പോവുക. അപ്പം നമ്മൾ ഇവിടെ തറയൊക്കെ തുടച്ചു. അതിൻ്റെ വീഡിയോ ഞാനിപ്പോൾ ആഡ് ചെയ്തായിരുന്നു. അപ്പോൾ തറയൊക്കെ അത് ഇന്നാണ് ചെയ്യുന്നത്, അന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ വീണ്ടും ഒന്നും കൂടെ തറയൊക്കെ തുടച്ചൊന്നും സെറ്റാക്കി ഡെക്കറേഷനൊക്കെ വെക്കുന്നതിന് മുന്നേ ഒന്നും ഇതാക്കണമല്ലോ. അപ്പം അത് നമ്മൾ ചെയ്തായിരുന്നു. അപ്പം നമ്മുടെ ക്ലീനിങ് വീഡിയോൻ്റെ എൻഡാണിത്. നമ്മൾ ഇന്ന് തന്നെ അടുത്ത നമ്മുടെ ക്രിസ്മസ് ഡെക്കോർ വ്ളോഗ് വേറെ വരുന്നുണ്ടായിരിക്കും. അപ്പം എല്ലാവരും അതിന് വെയിറ്റ് ചെയ്യുക. അല്ലേ മനു? വേറെ ഒന്നും കാണിക്കാനൊന്നും ഇല്ലല്ലോ. അവിടെ വേണമെങ്കിൽ മോന് കിച്ചൺ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് കാണിച്ചിട്ട് പോരെ.